കൊല്ലത്തു നിന്നുള്ള ആദ്യത്തെ കൊല്ലവും കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സീറ്റുകളും LDF ആണ് വിജയിച്ചത്. അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം. പത്തനാപുരം ഗ്ലാമർ മണ്ഡലമാണ്. KP ഗണേഷ് കുമാറിന്റെ മണ്ഡലം. ഗണേഷ് കുമാറിന് എത്ര മാർക്ക് നോക്കാം? 68.51. മോശമില്ലാത്ത. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത് മതിയോ എന്നൊരു സംശയം ഞങ്ങൾക്കും ഈ റിസൾട്ട് പരിശോധിച്ചപ്പോൾ തോന്നിയിരുന്നു. ഞങ്ങളൊരു അദ്ദേഹത്തിന് പാൻ കേരളയിൽ മന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന ഒരു മാറി വീശുന്നുണ്ടോ അതാ പറയാം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 68.51 ഞങ്ങളെയും കൂടി സർവേ പരിശോധിച്ചപ്പോൾ അത് അത്ഭുതപ്പെടുത്തിയ. കാരണം അദ്ദേഹം പാൻ കേരളയിൽ ഏറ്റവും നല്ല മന്ത്രി എന്ന രീതിയിലൊക്കെ ആളുകൾ പറയുമ്പോൾ ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒക്കെയും ജില്ലയിലെ തന്നെ UDF ഏറ്റവും ഇപ്പം ഗണേഷ് കുമാർ LDF അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ കൊല്ലത്തെ UDF ഏറ്റവും വിജയസാധ്യത ആദ്യത്തെ മണ്ഡലവും പത്തനാപുരം. ചാമക്കാല അവിടെ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ശ്രമകരമായ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുക. മണ്ഡലം, അതായത് ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു, എന്നിട്ട് നേരെ വീട്ടിൽ പോവുകയല്ല ചെയ്ത് അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഒരു പക്ഷേ അതൊക്കെ ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാകാം. അപ്പോ ഇനി നമുക്ക് പെട്ടെന്ന് നോക്കാം പത്തനാപുരത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പത്തനാപുരത്ത് എന്ത് സംഭവിക്കുന്നു? LDF തന്നെ 49.26, 39% ഉള്ളൂ UDF, 10% NDA, 9.36. വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന. ഓക്കെയാണ്. ആരാണ് ജയിക്കാന്ന് ചോദിച്ചാൽ അത് ഗണേഷ് കുമാർ ജയിക്കും എന്ന രീതിയിൽ പെർഫോമൻസ്. ഇപ്പോഴും ഗണേശന് ആ തരത്തിലുള്ള ഒരു വോട്ടർമാർക്കിടയിൽ അദ്ദേഹമേ ജയിക്കുള്ളൂ എന്നൊരു പെർസെപ്ഷൻ ആണുള്ളത്. അപ്പം പെർഫോമൻസ് എങ്ങനെയുണ്ട്? പുള്ളി ഓക്കെയാണ്. ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗണേഷ് കുമാർ തന്നെയാണ്. ഗണേഷ് കുമാർ ആ മണ്ഡലത്തിൽ പത്തനാപുരത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഇതിനകത്തൊരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലങ്ങളിലൊക്കെ ഏകദേശം സ്ഥാനാർത്ഥി പിക്ചർ ക്ലിയർ ആണ്. ജ്യോതികുമാർ ചാമക്കാലയാണ് മത്സരിക്കാൻ പോകുന്നത്. ഗണേഷ് കുമാറാണ് മുന്നണി, ഒരു സീറ്റ്. സോ അതുകൊണ്ട് ആൾക്കാർക്ക് കൃത്യമായി അത് നോക്കിയിട്ടാണ് ആൾക്കാർ ഇതിനോട് അഭിപ്രായം പറയുന്നത്. 2016 24,000 പരം വോട്ടിന് ജയിച്ച ഗണേഷ് കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 14,000 നമ്മളിപ്പോ പോയിന്റ് ആണ് പറയുന്നത്. അപ്പം ഏകദേശം ഒരു 15,000 വോട്ടുകൾക്കാണ് ജയിക്കാൻ സാധ്യത. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിളി ഹെഡ് എന്ന് പറയാം. മുൻവർഷത്തേക്കാൾ ഭൂരിപക്ഷം അത്ര എത്തുന്നില്ല. എന്നാലും പുതിയ രാഷ്ട്രീയ ചാമക്കാല പണിയെടുക്കുന്നതിന് റിസൾട്ട് ഉണ്ടെന്നാണ് കാണുന്നത്. അതെ, ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഇമ്പാക്ട് ഉണ്ട്. ഇതിനപ്പുറത്ത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചുകൂടി മാറുമോ? അല്ല, നമ്മൾ പറഞ്ഞല്ലോ ഇത് UDF വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. അതെ.